നമസ്കാരം. വാർത്താനേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് നാട്ടിക സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചു. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ SIO സോളിഡാരിറ്റി മതിലകം ഏരിയ കമ്മിറ്റികൾ സംയുക്തമായി പ്രതിഷേധ പ്രകടനം നടത്തി. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്നാമത് SPC ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. UDF പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് നാട്ടിക സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നാട്ടിക നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാട്ടിക സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ അഡ്വക്കേറ്റ് C പ്രമോദ്, അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സൂരജ് KP, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ, ഷെറിൻ തേവർ മഠം, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ്, ആഷിഖ് ജോസ്, പ്രവീൺ അഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ റാനിഷ് കെ രാമൻ, സുജിൽ കരുപ്പായി, അഡ്വക്കേറ്റ് റോയ് ആന്റണി, അജു ഐക്കാലത്ത്, അഡ്വക്കേറ്റ് ആന്റണി TF, സുജിത് തേപ്പറമ്പത്ത്, അഖിൽ വളവത്ത്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ B രാജീവ്, PS സന്തോഷ്, മാസ്റ്റർ KR ചന്ദ്രൻ, ചന്ദ്രൻ താനി, ഷൈജു സായിറാം, പ്രിയൽ പെരിഞ്ചേരി എന്നിവർ സംസാരിച്ചു. നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നാട്ടികയുടെ വികസനം അപമാനകരമാണ് എന്ന് പറഞ്ഞാൽ ആർക്കാ നിഷേധിക്കാൻ സാധിക്കുക? ഇടതുപക്ഷ കുത്തക മണ്ഡലം എന്ന പേരിൽ ഈ പ്രദേശത്തിന്റെ വികസന സാധ്യതകൾ മുഴുവൻ ഇല്ലാതാക്കി വികസന മുരടിപ്പ് മാത്രം നടത്തിയ ഭരണാധികാരികളായി MLA ഉൾപ്പെടെയുള്ളവർ മാറുമ്പോ ഈ ഭരണം അവസാനിപ്പിക്കാനുള്ള ഒരു വലിയ പോരാട്ടത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിങ്ങനെ ഒരു സിവിൽ സ്റ്റേഷൻ മാർച്ച് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ SIO സോളിഡാരിറ്റി മതിലകം ഏരിയ കമ്മിറ്റികൾ സംയുക്തമായി പ്രതിഷേധ പ്രകടനം നടത്തി. സോളിഡാരിറ്റി പ്രതിനിധി തൗഫീഖ്, SIO മതിലകം ഏരിയ സെക്രട്ടറി അഫീം കാളമറി, SIO മതിലകം ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം സമൽ കാളമറി എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്നാമത് SPC ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. ET ടൈസൺ MLA മുഖ്യാതിഥിയായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ, PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ, കയ്പമംഗലം SI T അഭിലാഷ്, MPTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ, പ്രിൻസിപ്പൽ PK ശ്രീജീഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, അധ്യാപക അനധ്യാപകർ, രക്ഷിതാക്കൾ, മുൻ കേഡറ്റുകൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ശിവാനി ഹനീഷ് കുമാർ പരേഡ് കമാൻഡറും, അമൃത ലക്ഷ്മി സെക്കൻഡ് ഇൻ കമാൻഡറും, ആൺകുട്ടികളുടെ പ്ലാറ്റൂൺ ലീഡർ ദേവസൂര്യ സന്ദീപും, പെൺകുട്ടികളുടെ പ്ലാറ്റൂൺ ലീഡർ ഷംന CMസും ആയിരുന്നു. പാസിംഗ് ഔട്ട് പരേഡിന് ശേഷം SPC ഡ്രിൽ ഇൻസ്ട്രക്ടറും കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസറുമായ KR ഗിരീഷിനെയും SPC CPOമാരായ അധ്യാപകർ ബിജു മോഹൻ ബാബുവിനെയും VS നിധുവിനെയും ET ടൈസൺ MLA ആദരിച്ചു. UDF പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിലും തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള സർക്കാരിന്റെ അവഗണനയിലും പ്രതിഷേധിച്ചും
സംസ്ഥാന സർക്കാർ വികസന വിരുദ്ധ ദുർഭരണമെന്നും ആരോപിച്ചുമായിരുന്നു സമരം. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറൂൺ റഷീദ് സമരം ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കൺവീനർ KM നിഷാദ്, DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ്, KSPA സംസ്ഥാന സെക്രട്ടറി TM കുഞ്ഞുമൊയ്തീൻ, വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി സുമതി ബാബുക്കുട്ടൻ, KV ചന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർ CP ഉല്ലാസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VS ജിനേഷ്, സുവർണൻ കൊല്ലാറ, ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ KK കുട്ടൻ, നസീർ പുഴങ്കരയിലത്ത്, CP അനിൽ, PV വിജയകുമാർ, CK മജീദ്, ഷംസുദ്ദീൻ ഒലക്കോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. തൃശ്ശൂർ നിങ്ങൾ അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുക ഒരു 200 എണ്ണം അല്ലെങ്കിൽ 100 എണ്ണത്തിന്റെ പേരായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജില്ലാ ആസ്ഥാനങ്ങളിൽ പോയിട്ട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം 200-ഓ 100-ഓ ആയിരിക്കും. കേരളത്തിൽ മൊത്തം ഒരു 1500-ഓ 2000-ഓ പുതിയ ചെറുകിട വ്യവസായങ്ങൾ വന്നിട്ടുണ്ടാകും. BJP കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗണേശൻ ബലിദാന ദിനാചരണത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടത്തി. മൂന്നുപീടി അറവുശാല ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുസ്മരണ സമ്മേളനം ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ KP ഉണ്ണികൃഷ്ണൻ, PS അനിൽകുമാർ, BJP കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സഞ്ജയ് ബാബു, സെൽവൻ മണക്കാട്ടുപടി, ജനറൽ സെക്രട്ടറിമാരായ KG ദിലീപ്, KB അജയഘോഷ് കൊടുങ്ങല്ലൂർ, മണ്ഡലം പ്രസിഡന്റ് ജിതേഷ്, കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുജിത് കോമാത്ത്, വാർഡ് മെമ്പർ സിബിൻ അമ്പാടി തുടങ്ങിയവർ പങ്കെടുത്തു. സാധിച്ച കൂട്ടുകൂടലില്ല, അതുകൊണ്ടാണ് അവർ ഒതുങ്ങിയിരിക്കുന്നത്. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അന്ന് നമ്മൾ ജയിക്കില്ലെന്നറിഞ്ഞ കാലത്ത്, ജയിക്കാൻ സാധ്യതയില്ലാത്ത കാലത്ത് ഈ കുങ്കുമഹരിത പതാകയുടെ ആദർശത്തെ മുറുകെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ പൂർവികന്മാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂത്ത് കോൺഗ്രസ് നാട്ടിക സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചു. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ SIO സോളിഡാരിറ്റി മതിലകം ഏരിയ കമ്മിറ്റികൾ സംയുക്തമായി പ്രതിഷേധ പ്രകടനം നടത്തി. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ 3ാമത് SPC ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. UDF പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.